ഉറക്കക്ഷീണം മാറ്റാൻ പറ്റിയ ഏറ്റവും നല്ല പഴമേത്? വാഴപ്പഴം, ഈന്തപ്പഴം, ആപ്പിൾ, സ്ട്രോബെറി. ഉത്തരം വാഴപ്പഴം. ഉറക്കക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ല പഴം ഏത്? വാഴപ്പഴം, ഈന്തപ്പഴം, ആപ്പിൾ, സ്ട്രോബെറി. ഉത്തരം വാഴപ്പഴം. വിഷാദരോഗത്തിന് ഏറ്റവും ഫലപ്രദമായ പഴം ഏത്? വാഴപ്പഴം, ഈന്തപ്പഴം, തണ്ണിമത്തൻ, മാമ്പഴം. ഉത്തരം തണ്ണിമത്തൻ. വിഷാദരോഗത്തിന് ഏറ്റവും ഫലപ്രദമായ പഴമേത്? വാഴപ്പഴം, ഈന്തപ്പഴം, തണ്ണിമത്തൻ, മാമ്പഴം. ഉത്തരം തണ്ണിമത്തൻ. തലവേദനയെ കുറയ്ക്കുന്ന ഇല ഏതാകുന്നു? പനിക്കൂർക്ക, പുതിന, തുളസി, പേരയില. ഉത്തരം പുതിന. തലവേദനയെ കുറയ്ക്കുന്ന ഇല ഏതാകുന്നു? പനിക്കൂർക്ക, പുതിന, തുളസി, പേരയില. ഉത്തരം പുതിന. കൂടിയാൽ കരൾ രോഗം വരുത്തുന്ന സുഗന്ധവ്യഞ്ജനം ഏതാകുന്നു? ഏല, ജാതി, ജീരകം, കുരുമുളക്. ഉത്തരം ജീരകം. കൂടിയാൽ കരൾ രോഗം വരുത്തുന്ന സുഗന്ധവ്യഞ്ജനം ഏതാകുന്നു? ഏല, ജാതി, ജീരകം, കുരുമുളക്. ഉത്തരം ജീരകം. പൈൽസ് രോഗത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട ഏതാകുന്നു? കോഴിമുട്ട, കാടമുട്ട, താറാവ് മുട്ട, എമുമുട്ട. ഉത്തരം താറാവ് മുട്ട. പൈൽസ് രോഗത്തിന് ഉപയോഗിക്കുന്ന മുട്ട ഏതാകുന്നു? കോഴിമുട്ട, കാടമുട്ട, താറാവ് മുട്ട, എമുട്ട. ഉത്തരം താറാവ് മുട്ട. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയ ഏറ്റവും നല്ല പഴം ഏതാകുന്നു? ആപ്പിൾ, പേരയ്ക്ക, വെണ്ണപ്പഴം, കൈതച്ചക്ക. ഉത്തരം വെണ്ണപ്പഴം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയ ഏറ്റവും നല്ല പഴം ഏതാകുന്നു? ആപ്പിൾ, പേരയ്ക്ക, വെണ്ണപ്പഴം, കൈതച്ചക്ക. ഉത്തരം വെണ്ണപ്പഴം. ഏറ്റവും കൂടുതലായി ഊർജ്ജമടങ്ങിയ സുഗന്ധവ്യഞ്ജനം ഏതാകുന്നു? ഏലയ്ക്ക, കറുവ, ജാതിക്ക, കുരുമുളക്. ഉത്തരം ജാതിക്ക. ഏറ്റവും കൂടുതലായി ഊർജ്ജമടങ്ങിയ സുഗന്ധവ്യഞ്ജനം ഏതാകുന്നു? ഏലയ്ക്ക, കറുവ, ജാതിക്ക, കുരുമുളക്. ഉത്തരം ജാതിക്ക. മാനസിക രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്ന പുഷ്പം ഏത്? ആമ്പൽ, ചെമ്പകം, ശംഖുപുഷ്പം, റോസ്. ഉത്തരം ശംഖുപുഷ്പം. മാനസിക രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്ന പുഷ്പം ഏത്? ആമ്പൽ, ചെമ്പകം, ശംഖുപുഷ്പം, റോസ്. ഉത്തരം ശംഖുപുഷ്പം. നാവിലെ അൾസർ മാറാൻ ഏറ്റവും നല്ലത് എന്താകുന്നു? എള്ള്, മല്ലി, ഏല, മഞ്ഞൾ. ഉത്തരം മല്ലി. നാവിലെ അൾസർ മാറാൻ ഏറ്റവും നല്ലത് എന്താകുന്നു? എള്ള്, മല്ലി, ഏല, മഞ്ഞൾ. ഉത്തരം മല്ലി.